Question number 3. Electromagnetic induction എന്ന് പറയുന്ന ലെസണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നോക്കാം. A conducting circular loop of area 1 meter square is placed perpendicular to a magnetic field which varies as B is equal to sin 100t Tesla. If the resistance of the loop is 100 ohm, then the average thermal energy dissipated in the loop in one period is. Okay. സോ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എടുത്തു, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അത് ബി എ കോസ് തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ ആ കോയില് അല്ലെ സർക്കുലർ ലൂപ്പ് വെക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ തീറ്റ 0 ആണ് അല്ലെ. അവിടെ ഒരു ഡേഞ്ചർ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. പെർപെൻഡിക്കുലർ എന്ന് കണ്ടാൽ 90 എഴുതരുത് അല്ലെ. അപ്പോൾ കാരണം ബിയും എയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ 0. അപ്പോൾ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ബി എ എന്ന് വരും. ആ ബി നമുക്ക് തന്നിട്ട് എത്രയാണ്? സൈൻ 100 ഇൻറ്റു ടി ആണ്. ഏരിയ 1 ആണ്. ഓക്കെ. എനിവേ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ എത്ര കിട്ടി നമുക്ക്? സൈൻ 100 ടി എന്ന് കിട്ടി അല്ലേ. ആ ഫ്ലക്സ് കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യുന്നൊരു ഫ്ലക്സ് അല്ലേ. അവിടെ എന്തുണ്ടാവും? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഡി ഫൈ ബൈ ഡി ടി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. സോ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 100 ഇൻറ്റു കോസ് 100t. ഓക്കെ. ഇനി അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. അപ്പോൾ പവർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ പവർ ഇസ് ഈക്വൽ ടു 10⁴ ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ കോസ് സ്ക്വയർ ഇൻ 100t ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ? 100 ആണ്. അപ്പോൾ പവർ ഈക്വൽ ടു എത്ര കിട്ടി? അത് കട്ട് ചെയ്ത 100 കോസ് സ്ക്വയർ 100t എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ. സി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഗിവൺ പീരീഡിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ എനർജിയാണ്. അപ്പോൾ എനർജിയും പവറും തമ്മിലുള്ള റിലേഷൻ എന്താ? പവർ എന്ന് പറയുന്നത് എനർജി ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ ഇൻറ്റു ടൈം ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ഡി ടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇൻസ്റ്റന്റ് എടുക്കും. ഡി ടി എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ഇന്റർവെൽ എടുക്കും അല്ലെ. ആ ഇന്റർവെൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ എനർജി കണ്ടുപിടിക്കും അല്ലെ. അത് എത്രയാണ്? പി ഇൻറ്റു ഡി ടി ആണ്. ഓക്കെ. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ തെർമൽ എനർജി കിട്ടിയില്ലേ? എവിടെ? ഏത് ടൈം ഇന്റർവെല്? 0 to t അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ തെർമൽ എനർജീന്റെ ഇക്വേഷൻ. ഓക്കെ. ഈക്വൽ ടു, സോ ഇന്റഗ്രൽ 100 ഇൻറ്റു അല്ലെ കോസ് സ്ക്വയർ 100 ഇൻറ്റു ടി ലിമിറ്റ് 0 to ടൈം പീരീഡ്. ആ ടൈം പീരീഡ് എത്രയെന്ന് ചോദിച്ചാൽ ഇവന്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എത്രയാ? 100 അല്ലേ അല്ലെ. അപ്പൊ 2π ബൈ ഒമേഗയാണ് ടൈം പീരീഡ് വരിക. അപ്പോൾ അത് നമുക്ക് 2π ഡിവൈഡഡ് ബൈ 100. ഓക്കെ. സോ ഇവിടെ ആ 100 കോമൺ ആണ്. ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π ബൈ 100. സോ ദാറ്റ്സ് ഈക്വൽ ടു 100 കോൺസ്റ്റന്റ് ഞാൻ ഇങ്ങ് പുറത്തെടുത്തു അല്ലേ. സോ 100 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π ബൈ 100. ഇത് 1 പ്ലസ് ഓക്കെ കോസ് 200 ഇൻറ്റു ടി ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. കോസ് സ്ക്വയർ തീറ്റനെ 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സോ ദിസ് ഈസ് തെർമൽ എനർജി. തെർമൽ എനർജി റൈറ്റ്. ഇത് അതിലെ കോസ് 2ω 200t ഇതിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? 0 ആയി പോകും അല്ലെ. അപ്പൊ നമ്മൾ ഇത് ചെയ്താൽ സോ ദാറ്റ്സ് ഈക്വൽ ടു 100 ഇൻറ്റു ഇതിന്റെ 1/2 ഇൻറ്റു ഡി ടി എന്ന് വരും അല്ലെ. സോ 1/2 ഇൻറ്റു ഡി ടി എന്ന് വരും. റൈറ്റ്. അപ്പൊ 0 to t. ഓക്കെ. സോ 1/2 ഡി ടി നമ്മൾ ചെയ്താൽ 100 ഇൻറ്റു 1/2 ഇൻറ്റു ടി എന്ന് കിട്ടും. റൈറ്റ്. സോ 100 ഇൻറ്റു 1/2 ഇൻറ്റു ആ ടൈം പീരീഡ് എത്രയാ?
2π/100 അല്ലായിരുന്നോ? ഇവിടെ ഇത് 2π/100 അല്ലേ? അല്ലേ? റൈറ്റ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 100 കട്ട് ചെയ്ത് 2 കട്ട് ചെയ്ത് ആൻസർ π എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരിക.